ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസൺ എൻ്റെ ഈ ചാനലിൽ മെജോറിറ്റി ആളുകളും വിദ്യാർത്ഥികളാണ്. അത് +1 +2 ആൻഡ് +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രിയൊക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ ഇന്നിപ്പോൾ നടന്നൊരു സംഭവം, എൻ്റെ വീടിന് ജസ്റ്റ് 3 കിലോമീറ്റർ അപ്പുറത്ത് നടന്നൊരു സംഭവം ഇന്നിപ്പോൾ ന്യൂസിൽ അത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ന്യൂസ് ചാനൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ, സൂരജ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ ഒരുപാട് ആളുകൾ ചേർന്ന് ആൾക്കൂട്ട കൊല എന്ന് നമുക്കതിനെ വിളിക്കാം, ആ രീതിയിൽ കൊലപ്പെട്ടിരിക്കുക. അതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ വളരെ ചെറിയൊരു കാരണം, നമുക്ക് ഒരു സംസാരത്തിലൂടെ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് വലിയ ഈഗോ പ്രശ്നമായി മാറി ആളുകൾക്കിടയിൽ, എസ്പെഷ്യലി വിദ്യാർത്ഥികൾക്കിടയിൽ. നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ കോളേജിൽ സംഭവിക്കുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ അത് വലിയ കൊലപാതകത്തിലേക്ക് എത്തുമ്പോൾ ഇത് ചെറിയ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായി മാറുകയാണെന്ന ഭയമാണ്, അല്ലെങ്കിൽ ആ ഒരു ഭയമാണ് ശരിക്കും എന്നെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു ഫാക്ടർ. സംഭവം ഒരു കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കോളേജിൽ സംഭവിച്ചൊരു വിഷയം. ഇത് ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കോളേജ് ലൈഫാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഞാൻ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ ഞാൻ പഠിച്ചത്. ഞങ്ങൾ പൊക്കൂന്ന് എന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് എനിക്കൊന്നൊരു 1 കിലോമീറ്ററോളം, 1 കിലോമീറ്റർ അടുത്തോളം നമുക്ക് ഉള്ളോട്ട് പോകാനുണ്ട്. ഒന്നിലധികം ഉണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സന്ദർഭത്തിൽ ബൈക്ക് പോലും കയറ്റാൻ സീനിയേഴ്സ് ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. അതായത് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥി ബൈക്ക് എടുത്ത് കോളേജിൽ വരാൻ പാടില്ല, പാർക്കിങ്ങിൽ നമ്മുടെ ബൈക്ക് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളതൊക്കെ ആ ഒരു കോളേജിൻ്റെ ഇറ്റ്സ് പാർട്ട് ഓഫ് രസമാണ്. ഞങ്ങൾ ആ സീനിയേഴ്സ് എത്തുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ ആയിരിക്കാം. കോളേജിൽ എത്തുമ്പോൾ അതിൻ്റേതായ ചില രസങ്ങളുണ്ട്, കോളേജിൽ ചില അസ്വരസങ്ങളുണ്ടാവും, സീനിയേഴ്സും ജൂനിയേഴ്സും ചിലപ്പോൾ അടിപിടികളുണ്ടാവും. ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് കോളേജ് ലൈഫ്. അതിനപ്പുറത്ത് കോളേജ് ക്യാമ്പസിന് പുറത്തേക്ക് ഈ വിഷയങ്ങൾ നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ പിന്നെ മാറും. കോളേജിലും ഇത്തരം ആക്ടിവിറ്റീസ് ക്രിമിനൽ ആക്ടിവിറ്റി തന്നെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കുന്നതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റി എന്നൊരു സംശയമാണ്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. കോളേജിൽ സംഭവിക്കുന്ന ചെറിയ വിഷയങ്ങൾ നമ്മൾ കോളേജിന് പുറത്തേക്ക് ക്യാമ്പസിന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കോളേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോളേജിലെ വിഷയങ്ങൾ ചിലപ്പോൾ ആ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ കോളേജ് ക്യാമ്പസ് എന്നൊരു ലിമിറ്റ് ഉണ്ട്. അവിടെ നമ്മൾ അതിന് സൊല്യൂഷന് ഒരു ഫാസ്റ്റ്നെസ് ഉണ്ട്. പക്ഷെ ഇത് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ, കോളേജ് ക്യാമ്പസിൻ്റെ വലിയ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമായി മാറും. ഇവിടെ സംഭവിച്ച വിഷയം, ആ വിഷയത്തെ ഫാമിലീസ് ഏറ്റെടുക്കുന്നു, അവൻ്റെ പാരൻസ് ഏറ്റെടുക്കുന്നു. പാരൻസ് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താ വിഷയം, തല്ലി തീർക്കണം, അവൻ തല്ലാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞത് എന്നാണ് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥികൾ, അവൻ്റെ ഫ്രണ്ട്സ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം, നമ്മൾ പ്രേമം എന്ന സിനിമയിൽ നിവിൻ പോളി ഒരു കോളേജിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ അവൻ്റെ നിവിൻ പോളിയുടെ പിതാവ് ചെയ്ത, അല്ലെങ്കിൽ പാരൻ്റ് ക്യാരക്ടർ വരുന്നു. അവർ മാസമായിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ കോളേജിൽ നടക്കുന്ന വിഷയങ്ങളെ പാരൻസ് ഏറ്റെടുക്കുന്നു. അത് പാരൻസ് തല്ലി തീർക്കുന്ന രീതിയിലേക്ക്. ഇതൊന്നും ഞാൻ ജനറലൈസ് ചെയ്യല്ല കേട്ടോ, ഒരിക്കലും ഇതിനെ ജനറലൈസ് ചെയ്യരുത്. വളരെ റെയർലി സംഭവിക്കുന്ന കാര്യം. പക്ഷേ ഇതൊരു ട്രെൻഡായി കുട്ടികൾക്കിടയിൽ മാറുന്നു. അടിപിടി ഉണ്ടാക്കുക, അതൊരു മാസ് കാണിക്കുക, അല്ലെങ്കിൽ ആളുകളെ ആക്രമിക്കുന്ന മാസ്സാക്കി മാറ്റുക. അതിൽ സിനിമകൾക്ക് വലിയ റോളുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ റോൾ. നമ്മളിന്ന് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ, ഞാൻ സിനിമ കാര്യങ്ങളൊന്നും ഇതിലേക്ക് വലിച്ചഴിച്ച് തന്തോയി പഠിക്കുകയല്ല. വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, മാറ്റത്തിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര വേഴ്സ്റ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ക്യാമ്പസിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ചിലപ്പോൾ ഞാനെപ്പോഴും ഓർക്കുന്നത്, നമ്മളെ ക്യാമ്പസിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീനിയേഴ്സ് തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ സന്ദർഭത്തിലുണ്ടായ അസാരസ്യങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ റാഗിങ് ആയിരിക്കാം. അവരായിരിക്കും ആഫ്റ്റർ ക്യാമ്പസ് നമ്മുടെ ഏറ്റവും നല്ലൊരു ഓർത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫ്രണ്ട് സർക്കിളൊക്കെ വരുന്ന ആളുകൾ. പക്ഷെ അവിടേക്കൊന്നും എത്താതെ, നമുക്ക് ഒന്നിനും സമാധാനത്തോടു കൂടിയല്ല നമ്മൾ പലതിനെ എടുക്കുക. നമ്മൾ ഫാസ്റ്റായിട്ട് ഒരാൾ നമ്മളെ തോണ്ടി കഴിഞ്ഞാൽ അവനെങ്ങനെ എന്നെ തോണ്ടുക, എന്നെ തോണ്ടാൻ ഈഗോ 10x നമുക്കുള്ളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഈ ഈഗോ ആണ് എന്തായിരുന്നത്, പിന്നെ അത് അടിയിലേക്ക് എത്തുന്നു, കൊലയിലേക്ക് എത്തുന്നു. ഞാൻ മതി, അവൻ എന്നെ തൊട്ട് അവൻ ജീവിക്കേണ്ട, അവൻ എന്നതാക്കിയിട്ട് അവൻ നാളെ ക്യാമ്പസിൽ വരണ്ട. ഇത്തരത്തിൽ വലിയ വയലൻസ് ചിന്തകളാണ് കുട്ടികൾക്കിടയിൽ വരുന്നത്. സോ ഇത് ഒരിക്കലും നിങ്ങൾ ഇത്തരം കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇത്തരം ക്യാമ്പസിനുള്ളിലുണ്ടാവുന്ന വിഷയങ്ങളെ നിങ്ങൾ ആ ഒരു സെൻസിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ. ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ തല്ലി തീർക്കുന്നതിലേക്കാണ് നിങ്ങളെ ചിന്ത പോകുന്നതെങ്കിൽ നിങ്ങൾ വലിയ ക്രിമിനൽസായി മാറും. നമ്മൾ ചിലപ്പോൾ 1, 4, 5, 6 ആളുകൾ നമ്മളെ കൂടെ നമ്മളൊരു ഗ്യാങ്ങായി മാറുന്ന സന്ദർഭം നമുക്കൊരു എക്സ്ട്രാ പവർ വരാണ്ട്. ആ പവറിലേക്ക് നമ്മൾ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നീ ആരാടാ. ചിലപ്പോൾ ഒരു തല്ല് എന്തെങ്കിലും രീതിയിൽ നമ്മൾ അവനെ ആക്രമിച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ഉണ്ടായിരിക്കാം, തള്ളായിരിക്കാം. ഇത് പിന്നീട് എല്ലാവരും കൂടെ അങ്ങ് കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവന് മരണകാരണം തലക്ക് പുറകിലേറ്റ അടിയാണ്, ചിലപ്പോൾ ഒറ്റ അടിയായിരിക്കും നമ്മൾ വീശുമ്പോഴായിരിക്കും അവിടെ കൊള്ളുക. അതായിരിക്കും മരണത്തിലേക്ക് എത്താൻ കേസ് മാറി ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജയിലിനുള്ളിൽ കടക്കേണ്ടി വരും. നമ്മുടെ ഏതോ ഒരു ചെറിയ നേരം, ചിലപ്പോൾ 1 സെക്കൻഡ് കൊണ്ടോ 10 സെക്കൻഡ് കൊണ്ടോ നമുക്കുള്ളിൽ തോന്നിയൊരു ചിന്തയായിരിക്കും, ഒന്ന് പോയി അവനൊന്ന് ഭീഷണിപ്പെടുത്തിയേക്കാം. ഇത് പിന്നീട് എത്തിയുന്നത് ഇതിൻ്റെ എൻ്റെ ഒരിക്കലും ഞാൻ പറഞ്ഞാൽ ക്യാമ്പസിനൊരു ലിമിറ്റ് ഉണ്ട്. ക്യാമ്പസിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ലിമിറ്റില്ല. ഒരാളെ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ കാടിൻ്റെ നിയമം, അവനെ കീഴ്പ്പെട്ടാൽ മാത്രമേ ആ പ്രശ്നം അവിടെ
പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടുള്ളൂ. നമ്മൾ സംസാരിച്ച് തീർക്കാൻ വേണ്ടി ഇപ്പോൾ അതിന് പെട്ടെന്ന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളൊരാൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി അവന് കീഴ്പ്പെടണം. നമ്മളൊരാൾ തല്ലാൻ പോവുകയാണെങ്കിൽ അവൻ തല്ലി വീഴുമ്പോഴേ അതിന് സൊല്യൂഷൻ ഉള്ളൂ, അല്ലെങ്കിൽ അത് നിൽക്കുന്നുള്ളൂ. സോ അതിലേക്കൊന്നും പോകാൻ നമ്മളായിട്ടില്ല. നമ്മൾ പ്രാകൃത സമൂഹമല്ല, നമ്മളൊരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. ആളുകളെ പരസ്പരം ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി പോകുന്ന ആളുകളല്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. കാരണം നിങ്ങളാണ് നെക്സ്റ്റ് ജനറേഷൻ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം മെജോറിറ്റി വിദ്യാർത്ഥികളാണ് ഇത് കാണുന്നത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്യാമ്പസിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇതിപ്പോൾ ഈവൻ ക്യാമ്പസിൽ സ്കൂളിൽ പോലുമുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഷാബാസിൻ്റെ വിഷയം നമ്മൾ അധികം ആയില്ല ഇതൊക്കെ ഒന്നും കഴിഞ്ഞിട്ട്. ഇതൊരു സീരീസായി തുടർന്നുകൊണ്ടിരിക്കുക. സോ നിങ്ങൾ ആലോചിക്കുക, നമ്മളെ ചെറിയ വിഷയങ്ങളെ ആ ചെറിയ വിഷയമായി തന്നെ കാണാൻ നിങ്ങൾ പഠിക്കുക. ജീവിതം എത്രയോ മുന്നോട്ട് പോകാനുണ്ട്. സോ ഇത് ഒരു ഉപദേശമായിട്ട് അഡ്വൈസായിട്ട് ഒന്നും എടുക്കരുത്. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, നിങ്ങളെക്കാൾ കുറച്ച് വയസ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾ ഈ ഒരു വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം നിങ്ങൾ തന്നെ കണ്ടാൽ മതി. സോ ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ മാറ്റിയിടുക. അത് വലിയ അക്രമം ഒന്നിനും സൊല്യൂഷൻ അല്ല. നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ തല്ലി തീർക്കാനാണ് അല്ലെങ്കിൽ അതിലേക്കാണ് നിങ്ങളെ ചിന്ത പോകുന്നതെങ്കിൽ നിങ്ങളൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് നിങ്ങൾ മനസ്സിലാക്കുക. ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ ക്രിമിനൽസായി മാറും. ഒരിക്കലും ലൈഫിനെ സമാധാനത്തിൽ അവർക്ക് എടുക്കാൻ കഴിയില്ല. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ കൺസേൺ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഹാൽ പെർസ്പെക്റ്റീവ്. ബൈ.